നമസ്കാരം. ആൻസർ പ്ലീസിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇക്കുറി പരാജയത്തിൽ നിന്നും പതറാതെ ഒരു വലിയ വിജയം നേടിയ MLA-ക്കൊപ്പമാണ്. അടുത്ത് മന്ത്രിയാകാൻ പോകുന്ന മുരളീധരന് സ്വാഗതം. നമസ്കാരം. വടകരയിൽ നിന്നും പാർട്ടി തൃശ്ശൂരിലേക്ക് പോകാൻ പറഞ്ഞു. തൃശ്ശൂരിലേക്ക് പോകാൻ പറഞ്ഞതിന് ശേഷം അങ്ങ് അല്പം വിഷമമൊക്കെ ഉണ്ടെങ്കിലും തൃശ്ശൂരിൽ പോയി പോരാടി. പക്ഷേ അവിടെ പരാജയപ്പെട്ടു. ആ പരാജയം കഴിഞ്ഞുള്ള അഭിമുഖത്തിൽ അങ്ങ് പാർട്ടിയെ കുറ്റപ്പെടുത്തിയില്ല. പക്ഷേ അന്ന് പറഞ്ഞിരുന്നു ഇനിയൊരു പരാജയം ഉണ്ടാകില്ല എന്ന്. അത് എങ്ങനെയായിരുന്നു ആ ഒരു കോൺഫിഡൻസ്? അല്ല, ഞാൻ തീരുമാനിച്ച അന്ന് ആ തെരഞ്ഞെടുപ്പോടുകൂടെ ഒരു ഇലക്ഷൻ നിൽക്കാനുള്ള മൂഡ് നഷ്ടപ്പെട്ടു, സത്യം പറഞ്ഞു. എൻ്റെ ഒരു ധാരണ കുറച്ച് കാലം കൂടെ വെയിറ്റ് ചെയ്യുക, അടുത്ത പാർലമെൻറ്റ് ഇലക്ഷൻ വരെ. പാർലമെൻറ്റ് ഇലക്ഷനിൽ ഇപ്പം അന്ന് ശശി തരൂർ പ്രഖ്യാപിച്ചല്ലോ തിരുവനന്തപുരത്തിന് മത്സരിക്കുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കാം എന്നുള്ളൊരു, അതുവരെ ഇലക്ഷനൊന്നും മത്സരിക്കേണ്ട, അസംബ്ലിയിലേക്ക് ഇനി വേണ്ട എന്നുള്ള അർത്ഥത്തിലാണ് തീരുമാനമെടുത്തത്. പക്ഷെ പിന്നീട് അപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു, പ്രവർത്തനം തിരുവനന്തപുരത്തേക്ക് മാറ്റണം. തിരുവനന്തപുരത്തേക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്ന് ഇടപെടാൻ പറ്റുന്ന സ്ഥലം വട്ടിയൂർക്കാവാണ്. അപ്പോൾ അവിടെയൊക്കെ നിരന്തരമായി പല ആളുകളും, ഞാൻ വീണ്ടും പഴയ രീതിയിലേക്ക് MLA ആയിരുന്നൊരു ശൈലിയിലേക്ക് മരണ വീടുകളൊക്കെ സന്ദർശനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മണ്ഡലത്തിൽ സജീവമായി. അപ്പോൾ പലരും പറഞ്ഞു സാർ ഇവിടെ നിന്നാൽ ജയിക്കും. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു മൂഡിലേക്ക് വന്നിട്ടില്ല. ഞാനിവിടെ എന്താ പറയേണ്ടത്, ഇപ്പോൾ പ്രത്യേകിച്ച് പാർട്ടി ചുമലൊന്നുമില്ല. അപ്പോൾ ഞാൻ ഏതായാലും നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുക, അത് മാത്രമേ ഞാൻ ലക്ഷ്യമാക്കുന്നുള്ളൂ. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് അസംബ്ലി ഇലക്ഷൻ വന്നപ്പോൾ പാർട്ടി പറഞ്ഞു മത്സരിക്കണമെന്ന്. അപ്പം ഞാനൊരു കാര്യം ആലോചിച്ചത്, ഈ മത്സരിക്കുക എന്ന് പറയുമ്പോൾ ഒരു പുതിയ സ്ഥലത്ത് പോയിട്ട് മത്സരിക്കുമ്പോൾ തൃശ്ശൂരിൻ്റെ അനുഭവം എനിക്കുണ്ടായിരുന്നു. നേരെ മറിച്ച് സിറ്റിംഗ് സീറ്റിൽ തന്നെ നമ്മൾ പോരാടുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു മെച്ചം കിട്ടും. അപ്പം ഞാൻ ഈ വട്ടിയൂർക്കാവിൻ്റെ നോക്കിയപ്പോൾ അതിലൊരു വലിയൊരു മൈനസ് പോയിൻ്റായിട്ട് കാണാൻ കഴിഞ്ഞത്, പ്രശാന്തിൻ്റെ 21,000 വോട്ടിൻ്റെ ലീഡിനാണ് 5 വർഷം മുമ്പ് അദ്ദേഹം വിജയിച്ചത്. വലിയ മാർജിൻ. രണ്ടാമത്തത് അത് BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള മാർജിനാണ്. കോൺഗ്രസ് കാൻഡിഡേറ്റുമായിട്ടുള്ള മാർജിൻ 25,000. അപ്പം 25,000-ന് 26,000 ആക്കുക, എന്നാലേ ജയിക്കാൻ കഴിയും. പക്ഷേ അവസാനം ഞാൻ വലിയ ടാസ്ക്കാണ്. ഞാൻ വീട്ടിലൊക്കെ ഒരു കാര്യം പറഞ്ഞു, ഏതായാലും മത്സരിക്കുകയാണെങ്കിൽ വട്ടിയൂർക്കാവും. ഇവിടെയും നെഗറ്റീവാണ് വരുന്നതെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്തും. എനിക്ക് ഓർമ്മയുണ്ട്, ഫാമിലിയോടും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പേരക്കുട്ടികളും 3 പേരക്കുട്ടികളുണ്ട്. ഒരു കുട്ടി ദുബായിലാണ്, നമുക്ക് ഇടയ്ക്ക് ദുബായിൽ പോയി നിൽക്കാം. അത് കഴിഞ്ഞ് ബാക്കി കോഴിക്കോട് ഇപ്പോൾ 3ാമത്തെ പേരക്കുട്ടിയും വന്നു. അപ്പം ഞാൻ ഇനി അവരുടെ കൂടെ നമുക്ക് സമയം ചിലവഴിക്കാം, മത്സരിച്ച് നോക്കാം. അങ്ങനെയാണ് മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം മറ്റേതൊന്നുമല്ല, എന്ത് പറഞ്ഞാലും നമുക്കറിയാലോ, ജനപ്രതിനിധിക്ക് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം ഉണ്ടല്ലോ. എനിക്ക് 8 വർഷത്തെ ഗ്യാപ്പുണ്ട്, 7 വർഷത്തെ ഗ്യാപ്പുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ ബന്ധം നിലനിർത്തി. അത് വടകര MP ആയിരിക്കുമ്പോൾ ആഴ്ചയിൽ 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ദൈനംദിന കാര്യങ്ങളൊക്കെ ആളുകളെ സമീപിക്കുക സ്ഥലം MLA തന്നെയാണല്ലോ. അവർക്ക് ആവശ്യം നടക്കണം. അതുപോലെ തന്നെ ഞാൻ MLA ആയിരുന്നപ്പോൾ ഇവിടെ ഏറ്റവും വന്ന റെസിഡൻസ് അസോസിയേഷനുകളായിട്ടായിരുന്നു. ആ ശൈലി തന്നെ പ്രശാന്തും തുടർന്ന്. അദ്ദേഹം കാര്യമായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല, അധികം ഷോ വർക്കായിരുന്നു. പക്ഷെ എങ്കിലും ആളുകളുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. നമ്മളൊരിക്കലും ഈ എതിർ സ്ഥാനാർത്ഥികളെ വില കുറച്ച് ഒരിക്കലും ചെയ്യാൻ പാടില്ല. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ കോർപ്പറേഷൻ ഇലക്ഷൻ വന്നപ്പോൾ ഞാൻ ഈ നഗരത്തിലെ 101 വാർഡുകളുടെ ചുമതലയിലാണ് മുന്നോട്ട് പോയത്. അതിൽ വട്ടിയൂർക്കാവിൽ 12 സീറ്റ് BJPയും 9 സീറ്റ് UDFും 4 സീറ്റ് LDF. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു ഏരിയ മുഴുവൻ UDFന് മികച്ച വിജയം കിട്ടി. മറ്റൊരു ഏരിയ BJP CPM. ഞാൻ മറുഭാഗത്ത് നോക്കി, CPMന് 4 കൗൺസിലർമാർ മാത്രമായി ചുരുങ്ങിയപ്പോൾ അതൊന്നും എല്ലാവരും LDFന്റെ പ്രചരണം മുഴുവൻ MLAയുടെ വികസനം ചൂണ്ടിക്കാണിച്ചിട്ട്. ഒരു രസകരമായ കാര്യം ഉണ്ടായത്, ഒരു സ്ഥലത്ത് അദ്ദേഹം ബോർഡ് വെച്ചു, LDFന്റെ ബോർഡ്. അദ്ദേഹം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി വെച്ചാൽ ഇവിടെ 13 കോടിയുടെ വികസനം എന്നുണ്ട്. നാട്ടുകാർ നോക്കി വികസനമൊന്നും കാണാനില്ല. അവിടെയുള്ള വികസനം എന്ന് പറഞ്ഞാൽ ബോർഡ് വെച്ച സ്ഥലത്തെ പാലം ഞാൻ MLA ആയിരുന്നപ്പോൾ കിട്ടിയതാണ്. അതിൻ്റെ പേര് എൻ്റെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം ജനങ്ങൾ ചോദിച്ചു എവിടെ 13 കോടി?
അങ്ങനെയൊക്കെയുള്ള ഇമ്പാക്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ജനകീയനായ MLA ആണെന്ന് അവർ അവകാശപ്പെടുമ്പോഴും അദ്ദേഹത്തിൻ്റെ പാർട്ടി, കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലത്തിൽ സിറ്റിംഗ് MLA ഉള്ള നിയോജകം അവർക്ക് 4 ചുരുങ്ങി. അപ്പോൾ എനിക്ക് ഒരു ആത്മവിശ്വാസമായി ഇതൊന്നും മറികടക്കാം. അങ്ങനെയാണ് ഇവിടെ മത്സരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ എന്നെ പറ്റി ആകെ ഉണ്ടായത് ഒരു ആക്ഷേപം. അപ്പോൾ ഞാനിങ്ങനെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ സിറ്റിംഗ് MLA അതേ നിയമസഭയിൽ വടകരയിൽ നിന്ന് തൃശ്ശൂരിൽ പോയി തോറ്റ ആൾ വീണ്ടും വട്ടിയൂർക്കാവിലേക്ക് വരുന്നു. അങ്ങനത്തെ ഒരു പ്രയോഗം നേരെ MLA നടത്താൻ പാടില്ല സത്യത്തിൽ. അപ്പം ഞാൻ എൻ്റെ മുൻഗാമി M. വിജയകുമാറായിരുന്നു. ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് ഒരക്ഷരം മോശമായിട്ട് പറഞ്ഞിട്ടില്ല. മാത്രമല്ല അദ്ദേഹം തുടങ്ങി വെച്ച ചില പ്രോജക്റ്റുകൾ ഞാൻ പൂർത്തിയാക്കിയപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് പോലും ഞാൻ അദ്ദേഹത്തിനെ ക്ഷണിച്ചിരുന്നു. അതാണ് ഡീസൻറ്റ് പൊളിറ്റിക്സ്. പക്ഷേ അന്ന് മുതൽ അദ്ദേഹത്തിന് എന്തോ ഒരു കാണുമ്പോൾ ചിരിക്കും, വർത്താനം പറയും, പക്ഷേ എന്തോ ഒരു വൈരാഗ്യമുള്ള പോലത്തെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി. അത് അദ്ദേഹം നല്ല പെരുമാറ്റമാണ്, സൽസ്വഭാവിയാണ്, ദുസ്വഭാവമൊന്നും ആരും ആരോപിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ യൂത്ത് ബ്രിഗേഡിനെ കുറിച്ച് കുറേ അലിഗേഷൻ വന്നു. ഒരു പാലം കെട്ടിയതും കണ്ണാടി പാലം കെട്ടിയതും തകർന്നു. സ്വാഭാവിക ഇലക്ഷൻ നമ്മുടെ ആൾക്കാരതൊക്കെ ഞാൻ പറഞ്ഞില്ല. എന്നാലും അദ്ദേഹം ഇങ്ങനെ കളഞ്ഞിട്ട് പോയി എന്നുള്ള പ്രചാരണമായിരുന്നു അവർ നടത്തി. അപ്പം ഞാൻ പറഞ്ഞ പാർട്ടി തീരുമാനമാണ്. അപ്പം അദ്ദേഹം മേയറായിരുന്നു, അദ്ദേഹം കളഞ്ഞിട്ടല്ലേ MLA ആയിട്ട് വന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ പാർട്ടി പറഞ്ഞ അനുസരിച്ചു, ഞാൻ എൻ്റെ പാർട്ടി പറഞ്ഞ അനുസരിച്ചു. മാത്രമല്ല എന്നോടൊപ്പം മത്സരിച്ച MP ആയിരുന്ന AM ആരിഫുണ്ടല്ലോ, അദ്ദേഹം കളഞ്ഞിട്ട് പോയവരൂര് അല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ തീരുമാനം. ഏതായാലും നല്ലൊരു പ്രചരണം നടന്നു. വളരെ ശക്തമായ രീതിയിൽ പ്രചരണം മുന്നോട്ട് പോയി. സംഘടനാപരമായിട്ടുള്ള ദൗർബല്യമൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ പാർട്ടി അത്ര ശക്തമല്ല. അതിനേക്കാൾ ബുദ്ധിമുട്ട് ഘടകകക്ഷികളാരുമില്ല. അതെ കാണും. പിന്നെ ഒരു വാർഡിൽ 2-3 വാർഡിൽ RSP ഉണ്ട്, CMP ഉണ്ട്. അപ്പോൾ ജോൺ വന്നുകൊണ്ട് CMPയുടെ ഒരുപാട് നേതാക്കന്മാരൊക്കെ അങ്ങോട്ട് പോയി. എങ്കിലും ഉള്ള ആയുധങ്ങൾ വെച്ച് പോരാടി. പക്ഷേ ജനത്തിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല പ്രതികരണം വന്നു. ഒരു കാര്യം മാത്രം അവർ പറഞ്ഞു, ഇനി കളഞ്ഞിട്ട് പോകരുത്. അതിലൊരിക്കലും സംശയം ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ 3 കൊല്ലം കഴിഞ്ഞാൽ ലോക്സഭ ഇലക്ഷൻ വരുന്നു, തരൂര് മത്സരിക്കില്ല, അപ്പോൾ പാർട്ടി നിങ്ങളെ വീണ്ടും നിർത്തി. ഞാൻ ഇനി നിങ്ങളെ വിട്ടുപോകുന്ന പ്രശ്നമില്ല. ഇനി പാർട്ടി പറഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കിക്കോട്ടെ, ഞാൻ പോയില്ല. ഇനി ഞാൻ ഉറച്ച തീരുമാനം, നിങ്ങൾ എന്നെ വിശ്വസിച്ചാൽ ഞാൻ നിങ്ങളെ ചതിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ യോഗങ്ങളിലൊക്കെ പറഞ്ഞത്, ഈ മണ്ണ് എന്നെ ചതിക്കില്ല. ആ വിശ്വാസം യാഥാർത്ഥ്യമായി. 5400 വോട്ടിന് ജയിക്കാൻ കഴിഞ്ഞു. അത് മനസ്സിലാക്കേണ്ട, 25,000 കവർ ചെയ്ത് 5000 വോട്ട്, അപ്പോൾ 30,000 വോട്ടിൻ്റെ ഇമ്പാക്റ്റാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ജനങ്ങൾ എന്നെ വിശ്വസിക്കുന്നു. ഇനി എനിക്ക് അവരോട് വിശ്വാസവഞ്ചന ചെയ്യാൻ പറ്റില്ല, ഇനി പാർട്ടി പറഞ്ഞാൽ പോലും. കാരണം എന്നിട്ടും വിശ്വസിച്ചു, കളഞ്ഞിട്ട് വന്നിട്ട് പോലും എന്നെ വിശ്വസിച്ചു. അങ്ങനെയുള്ളവരെ എങ്ങനെയാണ് നമ്മളെ ഇത് ഞാൻ വട്ടിയൂർക്കാവിൻ്റെ ഒരു കുടുംബമായിട്ട് മാറി. ഇനി ഇവിടെ തന്നെയാണ് ശിഷ്ടകാലം. ആരോഗ്യമുള്ളപ്പോൾ പാർട്ടി പറഞ്ഞാൽ തുടർന്നും മത്സരിക്കാം, അല്ലെങ്കിൽ ഈ 5 വർഷം കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ നിയോജകമണ്ഡലത്തിനെ കാത്തു സൂക്ഷിക്കും. ഇനിയിപ്പം K. മുരളീധരൻ മന്ത്രിയാവണം, സ്വാഭാവികമായിട്ടും അങ്ങ് മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. മാത്രമല്ല ഇപ്പോൾ പേരുകൾ വന്നതിലും അങ്ങയുടെ പേരുണ്ട്. അങ്ങയുടെ പ്രയോറിറ്റി എന്താണ്? അല്ല, പ്രയോറിറ്റി നിയോജകമണ്ഡലത്തിൻ്റെ വികസനം. ഏത് വകുപ്പാണ് ഏറ്റെടുക്കുന്നത് അത് പാർട്ടി ആണ് തീരുമാനം. അങ്ങനെ പാർട്ടി ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ഭംഗിയായിട്ട് ചെയ്യാം. KPCC അധ്യക്ഷന്റെ സ്ഥാനം രാജിവെച്ച് മുടക്കാൻ ചെയ്തു. അന്ന് അങ്ങ് വൈദ്യുതി മന്ത്രിയായിരുന്നു. കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ അങ്ങ് ആ വകുപ്പിൽ എന്തൊക്കെയോ ചെയ്യാനുള്ള ശ്രമം നടത്തി. പിന്നെ ഇലക്ഷനിലേക്ക് പോവുകയും ചെയ്തു. അങ്ങയുടെ ഒരു ഏത് പോർട്ട്ഫോളിയോ ആയിരിക്കും അങ്ങേക്ക് ഏറ്റവും കൂടുതൽ? അല്ല, അത് പാർട്ടി തീരുമാനിക്കണം, വരുന്ന മുഖ്യമന്ത്രി തീരുമാനിക്കണം. അത് ഇപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ നിവൃത്തിയില്ല. കാരണം ഏത് മന്ത്രിയാക്കുന്ന കാര്യം ഹൈക്കമാൻഡ് തീരുമാനിക്കണം. മന്ത്രിയാക്കിയാൽ വകുപ്പ് മുഖ്യമന്ത്രി തീരുമാനിക്കണം. അതനുസരിച്ച് തീരുമാനമെടുക്കും. പക്ഷേ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു രൂപം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ തനിക്ക് ഈ വകുപ്പാകുമ്പോൾ കൂടുതൽ നന്നായി ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന കുറച്ച് വകുപ്പുകൾ ഉണ്ടാവുമല്ലോ. K. മുരളീധരന് പരിചയമുള്ള അല്ലെങ്കിൽ ആ താല്പര്യമുള്ള വകുപ്പുകൾ ഉണ്ടാവും. അല്ല, അത് ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഓപ്പൺ ഡിസ്കഷനിലേക്ക് പോകാൻ പാടില്ല. കാരണം മന്ത്രി ആവണോ വേണ്ടതെന്ന് തന്നെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാറുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, അങ്ങ് പറയില്ലേ പാർട്ടിയിൽ? അല്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അത് പുതിയതായി വരുന്ന മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്. അത് മുഖ്യമന്ത്രിയുടെ ഒരു അധികാരമാണ്. ഈ വലിയൊരു മാൻഡേറ്റ് ആണ് കേരളം ഇപ്പോൾ UDF തന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണിത്. അതായത് കോൺഗ്രസ് ഇന്നോളം ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. ഈ മാൻഡേറ്റ് കുറെ ഉത്തരവാദിത്വവും ഏൽപ്പിക്കുന്നു. വളരെ ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഏൽപ്പിക്കുന്നത്. നമ്മുടെ മനസ്സിലൊരു കാര്യം ഉണ്ടാവേണ്ടത്, 2001 ഒരു സ്വതന്ത്രൻ ഉൾപ്പെടെ
100 സീറ്റ് UDF ജയിച്ചു. ഞാൻ KPC പ്രസിഡന്റായി, ആന്റണി മുഖ്യമന്ത്രി. അന്ന് സത്യത്തിൽ ആ ഇക്വേഷൻ നന്നായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരു ഭരണ തുടർച്ച കേരളത്തിലുണ്ടാവും. അന്ന് ശ്രീമാൻ ആന്റണി പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോൾ ഓർക്കണം. അദ്ദേഹം പറഞ്ഞു, മറ്റൊന്നും പറഞ്ഞില്ല, എനിക്ക് ഇത്തവണ ഒരു കാലാവധി പൂർത്തിയാക്കണം. ഇതിപ്പോൾ 3ാമത്തെ ടേമാണ്, 2 തവണ പകരക്കാരനായിട്ട് വന്നതാണ്. ഇതൊരു കാലാവധി പൂർത്തിയാക്കണം, നമുക്കൊരു ടീമായിട്ട് നീങ്ങണം. ഇത് കഴിഞ്ഞാൽ ഞാൻ മാറും, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളെപ്പോഴുള്ളവർ, അതാണ് നിങ്ങളെപ്പോഴുള്ളവരാണ് ബാക്കി കാര്യങ്ങൾ നോക്കേണ്ടത്. അതാണ് പിൻഗാമിയായിട്ട് ആന്റണി അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ AK ആന്റണി പറഞ്ഞത്. ഈ 5 വർഷം നമുക്ക് ഇതേ രീതിയിൽ മുന്നോട്ട് പോകാം, അതിനുശേഷം ഭാവി കാര്യങ്ങൾ നിങ്ങൾക്കാണ്. ഞാൻ പിന്നെ സജീവമായി കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറും. ഈ കേരളം കണ്ടതിൽ ഏറ്റവും നല്ല ഒരു കോൺഗ്രസിലെ കോംബോ ആയിരുന്നു KPCC അധ്യക്ഷനായി K മുരളീധരനും മുഖ്യമന്ത്രിയായി AK ആന്റണിയും. ഒരുപക്ഷെ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന സമയമാണത്. പക്ഷേ നിങ്ങൾ തമ്മിൽ ഒരു സ്വരച്ചേർച്ച ഇല്ലായെയും ഒരു മാധ്യമത്തിലും വാർത്തയാകാത്തൊരു കാലഘട്ടമായിരുന്നു. പിന്നീട് അതിനുശേഷം അങ്ങനെ ഒരു കാലം ഉണ്ടായിട്ടില്ല. ഇല്ല 2001 അത് പിന്നെ തമ്മിൽ തല്ലി കളഞ്ഞു. അതിൻ്റെ ക്ഷീണം 15 വർഷം അനുഭവിച്ചു ഞാൻ. 15 വർഷം, അതിനിടയ്ക്ക് 5 വർഷത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും ഭൂരിപക്ഷം ബ്രിമ്മിൽ. ആദ്യമായി കോൺഗ്രസ് മുഖ്യമന്ത്രിയായി വന്ന നിയമസഭയിൽ കോൺഗ്രസ് 2ാം സ്ഥാനത്ത്, CPM 1ാമത്തെ കക്ഷി. ഒരു ഇലക്ഷന് മുമ്പുള്ളൊരു സഖ്യമായതുകൊണ്ട് മാത്രമാണ് ഗവർണർ വിശ്വാസ വോട്ട് തേടണം എന്ന് പറയാതിരുന്നത്. 45ഓളം സീറ്റുകൾ CPM-നും 39 സീറ്റ് കോൺഗ്രസിനും. ലീഗിന് സീറ്റ് കൂടുതലുള്ള, ലീഗിന് 20 സീറ്റ്. അപ്പോൾ ആ ഒരു അനുഭവം, അതായത് K കരുണാകരൻ ആന്റണിക്കും ശേഷം 1ാം സ്ഥാനത്ത് വന്നിട്ടില്ല. ഇത്തവണ ഏതാണ്ട് 960 ഒരു സ്റ്റേജിലേക്ക് പോയി. ഇത്തവണ 63. അപ്പോൾ കഴിഞ്ഞ അബദ്ധങ്ങൾ ആവർത്തിക്കാതെ തീർച്ചയായിട്ടും ഒരു ടീം UDF ആയിട്ട് മുന്നോട്ട് പോയാൽ ഇനി ഭാവി UDFൻ്റെ കയ്യിലാണ്. അതല്ല വീണ്ടും പഴയത് ആവർത്തിച്ചാൽ പിന്നെ ഈ പിക്ചറിൽ തന്നെ നമ്മൾ ഉണ്ടാവില്ല. ഈ ചില ലക്ഷണങ്ങൾ കാണുമ്പോൾ ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടി, അതിൻ്റെ ഉത്തരവാദിത്ത ബോധ്യം കാണിക്കാതെയാണ് പലരും പെരുമാറുന്നത്, അല്ലെങ്കിൽ പലർക്കും വേണ്ടി പെരുമാറുന്നത്. ഫ്ലക്സുകൾ, പോസ്റ്ററുകൾ, പത്രപരസ്യങ്ങൾ, ഇതൊക്കെ ഒരു നല്ല സൂചനയാണ്? ഒരിക്കലും നല്ലതല്ല. കാരണം ഫ്ലക്സ് നോക്കിയിട്ടല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി വന്ന ആളെ പാർലമെൻ്ററി പാർട്ടി കൂടുന്നുണ്ട്. MLA 63 MLA അഭിപ്രായങ്ങൾ എടുക്കും, ഘടകകക്ഷികളുമായിട്ട് കോൺടാക്ട് ചെയ്യും, അതിനുശേഷം ഹൈക്കമാൻഡ് തീരുമാനം എടുക്കും. അല്ലാതെ എത്ര ഫ്ലക്സ് വെച്ചു, എത്ര പരസ്യം കൊടുത്തു, അതൊന്നും ഹൈക്കമാൻഡ് നോക്കില്ല. MLA അഭിപ്രായം എന്താണ്, ഘടകകക്ഷികളുടെ അഭിപ്രായമാണ്. കാരണം ഇതൊരു കൊയിലീഷൻ ഗവൺമെൻറ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് തെലുങ്കാന പോലെയോ കർണാടക പോലെയോ ഹിമാചൽ പ്രദേശ് പോലെയോ അല്ല. 4ാമത്തെ മുഖ്യമന്ത്രി കോൺഗ്രസിനുണ്ട്, പക്ഷേ ഏകകക്ഷി ഭരണമല്ല, കൊയിലീഷൻ ഗവൺമെൻറ്റാണ്. കൊയിലീഷൻ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾക്കും കൂടെ പ്രസക്തിയുണ്ട്. അപ്പം ആ രീതിയിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. അതായത് MLA മാത്രം പറഞ്ഞുകൊണ്ടൊരു തീരുമാനം എടുക്കാൻ പാടില്ല. MLA തീരുമാനത്തിനോടൊപ്പം തന്നെ ഘടകകക്ഷികളായിട്ട് ചർച്ച ചെയ്യും. അതാണ് UDFൻ്റെ രീതി എന്ന് പറയും. പക്ഷേ ഇപ്പം രമേശ് ചെന്നിത്തല പറയുന്നുണ്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം ഇതൊന്നും പരിഗണിച്ചില്ല. അല്ല, കഴിഞ്ഞ തവണ പാർട്ടി പ്രതിപക്ഷത്തായിരുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ന് നേതൃമാറ്റം വേണം എന്നൊരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തത്. ഹൈക്കമാൻഡിൻ്റെ തീരുമാനം. അന്ന് അപ്പോൾ ഞാനന്ന് MP ആണെന്ന്, ഞാൻ അസംബ്ലിയിലില്ല, പക്ഷെ MP-മാരുടെ അഭിപ്രായം ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, ഒരാളെ മാത്രം തിരഞ്ഞുപിടിച്ച് മാറ്റരുത്, മാറ്റുകയാണെങ്കിൽ മൊത്തം മാറ്റണം. അന്ന് ശ്രീമാൻ ഖാർഗെയൊക്കെ അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷനായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പാർലമെൻ്ററി പാർട്ടി ലീഡറുടെ ചുമതല മാത്രമേ, മറ്റേ എൻ്റെ കയ്യിലല്ല. ഞാൻ പറഞ്ഞു, എൻ്റെ അഭിപ്രായം ഇതാണെങ്കിൽ രേഖപ്പെടുത്തണം. ചേഞ്ച് വരികയാണെങ്കിൽ ടോട്ടൽ ചേഞ്ച്, ഒരാളെ മാത്രമായിട്ട് ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. VD സതീശനെയും സുധാകരനെയും കൊണ്ടുവന്ന് ഒരു പുതിയ ടീം കൊണ്ടുവന്നു. അപ്പം പഴയ ടീം നിർദ്ദേശം ക്യാബിൻ്റെതായിരുന്നു. ഏതാ? അത് ഞാൻ പേര് പറഞ്ഞില്ല, ഞാൻ പേരാരുടെയും പറഞ്ഞില്ല. ഒരാളെ മാത്രം ശിക്ഷിക്കുക. കാരണം പാർലമെൻ്ററി പാർട്ടി ലീഡർക്കും KPC പ്രസിഡന്റിനും ഒരേ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അതിൽ ഒരാളെ ശിക്ഷിക്കുകയും ഒരാളെ രക്ഷിക്കുകയും ചെയ്യരുത്. അതുകൊണ്ട് ടോട്ടലായിട്ട് ചേഞ്ച് ആണെങ്കിൽ ചേഞ്ച്, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാം. ശരിക്കും അന്ന് ആ ചേഞ്ച് ഗുണം ചെയ്തിരുന്നു? അല്ല, അന്നത്തെ ഒരു പുതിയ ലീഡർഷിപ്പ് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മെച്ചം ഉണ്ടാവും. അതിന്റെ റിസൾട്ടാണ് ഇപ്പൊ കണ്ടത്. അതിന്റെ റിസൾട്ട് ഉണ്ടായി. അതായത് അന്ന് ഹൈക്കമാൻഡ് ആ ചേഞ്ച് പറഞ്ഞതിന്റെ ഫലം കൂടിയാണ് ഇപ്പോഴത്തെ. അതെ, നല്ലൊരു, കാരണം പുതിയ നേതൃത്വം വരും. പഴയ ആൾക്കാരുടെ കുഴപ്പം കൊണ്ടല്ല, പുതിയ ആൾക്കാർ വരുമ്പോൾ ഒരു ആവേശം ഉണ്ടാവും, പ്രതീക്ഷ ഉണ്ടാവും. കാരണം ഒരു ഇലക്ഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് 10 വർഷം മാറി നിൽക്കുകയല്ലേ.
അപ്പോൾ അങ്ങനെ വീണ്ടും അപ്പോൾ എല്ലാവരുടെയും ചില നമ്മുടെ ആൾക്കാർക്കൊക്കെ ചില തെറ്റിദ്ധാരണയുണ്ട്. ഇതൊരു ഭരണഘടന രീതിയാണ് 5 വർഷം കൂടുമ്പോൾ ഭരണമാറ്റം എന്നൊക്കെ ചിലർ തെറ്റിദ്ധരിച്ചു. അതിൻ്റെ വില കൊടുക്കേണ്ടി വന്നു. പക്ഷേ സത്യത്തിൽ ആ പരാജയത്തിന് ഏതെങ്കിലും നേതാവിൻ്റെ തലയിൽ കെട്ടിവയ്ക്കേണ്ട ആവശ്യമില്ല. മറ്റൊന്നും കൊണ്ടല്ല, കോവിഡാണ്, പ്രചാരണം നടത്താൻ കഴിഞ്ഞില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ പുതിയ നേതൃത്വം വന്നപ്പോൾ ഒരു കോൺഫിഡൻസോടുകൂടെ മുന്നോട്ട് പോകാൻ UDF കഴിഞ്ഞു. അത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവിന് അതിൻ്റെതായിട്ടുള്ള ശക്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളും വിജയത്തിന് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും പരിഗണിക്കണം. സീനിയോറിറ്റി പരിഗണിക്കണം, ദേശീയ നേതൃത്വത്തിൻ്റെ അഭിപ്രായം പരിഗണിക്കണം, എല്ലാം കൂടെ നോക്കിയൊരു തീരുമാനത്തിലെത്തും. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു പൊട്ടിത്തെറിയൊന്നും പാർട്ടിയിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ പൊട്ടിത്തെറിയല്ല, ഇപ്പോഴത്തെ ഈ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ചർച്ച അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ, സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഒരു ഭാഗത്ത് നടക്കുന്നു, ഒരു ഭാഗത്ത് പത്രപരസ്യം തന്നെ കൊടുക്കുന്നു. ഇത് ഗുണകരമാണോ? അല്ല, അത് ചെയ്യുന്നത് ശരിയല്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു നേതാവിനോട് നമുക്ക് സ്നേഹം ഉണ്ടാവും. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കെ മുരളീധരൻ ഒരു കാലത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹനാണ് എന്ന് വലിയ രീതിയിൽ ക്യാമ്പയിൻ നടന്നു. ഞാൻ പറയുന്നത് നേതാക്കൾ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രവർത്തകർ പലപ്പോഴും എൻ്റെ ഫ്ലക്സ് ബോർഡ് വെക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വെച്ചു, പക്ഷേ അതിൻ്റെ പേരിൽ മറ്റൊരാളെ മോശമാക്കരുത്. കോൺഗ്രസ് ഇവരൊക്കെ കോൺഗ്രസിൻ്റെ ഈ വിജയത്തിൽ പങ്കാളികളല്ലേ. അതല്ലേ രാഹുൽ ഗാന്ധി പറഞ്ഞേ, ഗ്രൂപ്പ് ഡാൻസ് ചെയ്യുമ്പോൾ ഒരാൾ മാത്രം മാറി നിന്ന് സിംഗിൾ ഡാൻസ് ചെയ്യരുത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരാളെ പുകഴ്ത്തിക്കോ, ഒരു കുഴപ്പമില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ മറവിൽ മറ്റ് നേതാവിനെ എക്സിനെ പുകഴ്ത്താൻ വേണ്ടി വൈനെ ചീത്ത പറയുന്ന സിസ്റ്റം നല്ലതല്ല. അത് നടക്കുന്നുണ്ട്, അത് നടക്കുന്നു. അതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും തെറ്റായ സമീപനം. ഞാൻ പറയും തെറ്റായ സമീപനമാണത്. എല്ലാവരും ടീം UDF ആണ്, ഞാൻ ഉൾപ്പെടെ. അതിൽ ആർക്ക് വേണമെങ്കിലും ഇഷ്ടമുള്ളവർക്ക് പിന്തുണ നൽകാം. പക്ഷെ അതിൻ്റെ പേരിൽ ഒരാളെയും മോശക്കാരനാക്കരുത്. നാളെ ഇപ്പം MLA-മാരുടെ അഭിപ്രായം ചോദിക്കും. സ്വാഭാവികമായിട്ടും പണ്ട് MP ആയിട്ടാണ് അങ്ങയോട് ചോദിച്ചത്. പക്ഷേ അങ്ങ് ഇതിലൊരു സ്റ്റേക്ക് ഹോൾഡറാണ്, ശരിക്കും പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡറാണ്. അങ്ങയുടെ നിലപാട് എന്തായിരിക്കും? അല്ല, ഞാൻ എൻ്റെ നിലപാട് ഞാൻ തുറന്നു പറയും. അതിൽ ഇന്ന് ഞാൻ പുറത്ത് പറയില്ല. പക്ഷേ ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികളോട് ഞാൻ എൻ്റെ സജഷൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും അറിയും. അങ്ങയുടെ ക്രൈറ്റീരിയ എന്തായിരിക്കും? അല്ല, ഞാൻ ഒറ്റ കാര്യം, ഞാൻ എല്ലായ്പ്പോഴും ഞാൻ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ച ആളാണ്. എനിക്ക് എന്നാൽ പക്ഷേ എന്ന് വിചാരിച്ച് ഫലം കിട്ടാതിരുന്നിട്ടൊന്നുമില്ല. KPC പ്രസിഡന്റ് സ്ഥാനം ഉൾപ്പെടെ കിട്ടി. അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം, അധ്വാനിക്കുന്നവർക്ക് ഫലം കിട്ടണം. അതിൽ സീനിയോറിറ്റി ആവരുത്. അത് സീനിയോറിറ്റി അല്ല, അധ്വാനിക്കുന്നവർക്ക് ഫലം കിട്ടണം. ഞാൻ ആ അഭിപ്രായക്കാരനാണ്. പക്ഷേ ഒരിക്കലും ഞാൻ പരസ്യമായിട്ട് പുറത്ത് പേര് പറയില്ല. എന്നാൽ ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ മുമ്പിൽ ഞാൻ എൻ്റെ അഭിപ്രായങ്ങളെല്ലാം ഞാൻ തുറന്നു പറയും. ഈ MP-മാരെ മത്സരിപ്പിക്കേണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തല്ലോ. യഥാർത്ഥത്തിൽ ആ തീരുമാനം വലിയ പ്രശ്നങ്ങളായിരുന്നു ആ ഘട്ടത്തിൽ ഉണ്ടാക്കിയത്. പക്ഷെ പിന്നീട് അത് ഒതുക്കി തീർത്തു, മുന്നോട്ട് പോയി. അത് അന്ന് ആ ഘട്ടത്തിലെടുത്ത തീരുമാനത്തെ എങ്ങനെയാണ് അംഗീകരിച്ചത്? ഞാൻ ആ അഭിപ്രായം ശരിയാണ്. കാരണം എപ്പോഴും നമ്മൾ നോക്കേണ്ടത് അസംബ്ലി ഇലക്ഷൻ, പാർലമെന്റ് ഇലക്ഷൻ 2 കൊല്ലത്തെ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് ഞാൻ അന്ന് ഇന്ന് അഭിപ്രായക്കാരനാണ്. പക്ഷേ വേറെ അഭിപ്രായം എനിക്കുണ്ടായിരുന്നു. നിയമത്തെ എനിക്കൊരു എക്സംഷൻ നൽകിയതുപോലെ ഒരുപക്ഷെ സുധാകരനും ഷാഫിക്കും ധർമ്മടത്ത് സുധാകരനോ ഷാഫിയോ മത്സരിച്ചു വരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഒരു പോസിറ്റീവ്, റഷീദ് അലി നന്നായിട്ട് പോയി. അദ്ദേഹത്തിനുണ്ടായൊരു പരാതി എന്താന്ന് പറഞ്ഞാൽ നേതാക്കന്മാരും അങ്ങോട്ട് പോയില്ല എന്ന്. നേരെ മറിച്ച് സുധാകരനെ പോലെ ഒരാൾ മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ ഷാഫി വർമ്മയിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നേതാക്കന്മാർക്ക് അവരങ്ങോട്ട് എത്തും. അപ്പം അങ്ങനെ എക്സംഷൻ ഒന്ന് കൊടുക്കായിരുന്നു. അത് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ. ഈ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ എക്സംഷൻ കൊടുത്തില്ല എന്നുള്ള ഒരു കാര്യം അവിടെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് MLA അല്ലാത്തൊരാൾ വന്ന് മുഖ്യമന്ത്രി ആവാൻ അത് സാധ്യത എത്രമാത്രം? അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. കാരണം നിങ്ങൾ ഈ പറയുന്ന പോലത്തെ ചില പേരുകളൊക്കെ പരിഗണനയിലുള്ളതുകൊണ്ട് അപ്പോൾ അവർക്കെതിരായിട്ട് പറഞ്ഞു എന്നുള്ള ഫ്ലാഷായിരിക്കും വരിക. ഞാൻ അങ്ങനെ ഒരു കോൺട്രവേഴ്സിയിലേക്ക് പോകുന്നില്ല. അല്ല, അങ്ങനെ ഒരു കീഴ്വഴക്കം പണ്ടുണ്ടല്ലോ, അതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ KC വേണുഗോപാൽ കേരളത്തിലേക്ക് വരാൻ ശ്രമിച്ചാൽ അതിനെ തെറ്റെന്ന് പറയാൻ പറ്റുമോ? അല്ല, ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. കാരണം പാർലമെന്ററി പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ എൻ്റെ അഭിപ്രായങ്ങൾ പലതും ഉണ്ട്. അഭിപ്രായങ്ങളൊക്കെ ഞാൻ ഒരിക്കലും പരസ്യ ചർച്ചയിലേക്ക് പോവില്ല. എന്നാൽ ഹൈക്കമാൻഡ് പാർട്ടി വേദിയിൽ അഭിപ്രായം പറയണമെന്ന് പറയുമല്ലോ, ഈ വേദിയിൽ ഞാൻ അഭിപ്രായം പറയും. ചെന്നിത്തല ഇപ്പം ഡൽഹിയിലാണ്, അവിടെ വലിയ രീതിയിലുള്ള ചരടുവലികൾ നടത്തുന്നു എന്നൊക്കെയാണ്. അല്ല, അത് ശരിയല്ല. അദ്ദേഹം മഹാരാഷ്ട്രയുടെ കാര്യത്തിന് പോയതാണ്. അദ്ദേഹം ചരടുവലിക്കാൻ പോയതൊന്നുമല്ല.
ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് അങ്ങനെ കാര്യമുള്ള ചരടുകളിൽ നടക്കില്ല. അതിൽ നിന്ന് കാലത്ത് പോയിട്ട് വൈകുന്നേരം വന്നു. മഹാരാഷ്ട്രയിലെ പ്രസിഡന്റുമാരെ തീരുമാനിക്കാൻ വേണ്ടിയുള്ള അതെ അതെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ വാർത്തകൾ പ്രചരിക്കുന്നത് അത് ശരിയല്ല. കാരണം കാലത്ത് പോയിട്ട് വൈകുന്നേരം വരെ എന്ത് ചരടുവലി നടത്താണ്? അങ്ങനെയാണെങ്കിൽ അവിടെ താമസിച്ച് ഒരാഴ്ച താമസിക്കണം. അതൊന്നും നടത്തിയിട്ടൊന്നുമില്ല. നമ്മളതിനെ വെറുതെ അനാവശ്യമായിട്ട് ആരെയും കുറ്റപ്പെടുത്തരുത്. അതെ അതെ. ഈ അങ്ങ് ഒരു പക്ഷേ ഞാനിപ്പോൾ ഓർക്കുന്നത് AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നു ആ സമയത്ത്, PCC പ്രസിഡന്റായി. അതിന്റെ ഒരു തുടർച്ചയായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകേണ്ട ഒരാൾ, അതായത് അന്ന് AK പറഞ്ഞിരുന്ന ഒരു വാചകം ഇപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ ഇവിടെ നിന്ന് മാറുകയാണ്, നിങ്ങൾ കൊണ്ടുപോകണം എന്നാണ് അന്നത്തെ PCC പ്രസിഡന്റായ അങ്ങോട് പറയുന്നത്. ആ ഒരു K മുരളീധരൻ ഇന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ ചർച്ചയിൽ സത്യത്തിൽ ഇല്ല. അല്ല, ഞാനത് ആഗ്രഹിച്ചിട്ടുമില്ല. എനിക്ക് ശരിക്കും വരേണ്ടിയിരുന്ന ആളാണല്ലോ. കാരണം അങ്ങ് ഒരു ഗ്യാപ്പ് വന്നു പോയത് കൊണ്ടുണ്ടായ നഷ്ടം ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് എന്നുള്ള വലിയൊരു പ്രിവിലേജ് നഷ്ടപ്പെടുകയാണ്. അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പോയി തിരിച്ചു വന്നതിന് ശേഷം പാർട്ടി എനിക്ക് അവസരങ്ങൾ നൽകി. അതനുസരിച്ച് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പരാജയപ്പെടുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഞാൻ വളരെ സാറ്റിസ്ഫൈഡാണ്. കാരണം ഞാൻ വീണ്ടും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. ആരും മത്സരിക്കാൻ തയ്യാറാവാത്ത നിയോജകമണ്ഡലത്തിൽ പോയി മത്സരിച്ച് ജയിച്ചു എന്ന് പറയുമ്പോൾ ഇനി ആ നിയോജകമണ്ഡലം തീർച്ചയായിട്ടും ഒരു വിഷമം ഉണ്ടാവുന്ന ഒരു തീരുമാനം എൻ്റെ ഭാഗത്തുണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്നെ ക്യാബിനറ്റിൽ എടുത്തില്ലെങ്കിൽ പോലും ഞാൻ ബഹളം ഉണ്ടാക്കില്ല. പക്ഷെ അതേ സമയത്ത് വട്ടിയൂർക്കാവിന് തരേണ്ട പ്രാധാന്യം തന്നില്ലെങ്കിൽ ഞാൻ പൊട്ടിത്തെറിയും. ആ കാര്യത്തിൽ പഴയ മുരളീധരനാവും. അതെ അതെ, അതിലേക്ക് എന്നെ കൊണ്ടുപോയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇടതുമുന്നണിക്ക് ഒരു അമ്പേ പരാജയവും UDFന് ഒരു വലിയ വിജയം ഉണ്ടായി. യഥാർത്ഥത്തിൽ ഇത് എന്തിന്റെ സൂചനയാണ്? ഇതിൽ ഘടകമായത് എന്താണ്? ഘടകം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും സമരക്കാരെ അധിക്ഷേപിക്കലും, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അവരെ ചീത്ത വിളിക്കലും, അതൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എന്താണ് ശ്രീ പിണറായി വിജയന് സംഭവിച്ചതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാൻ പറയാം, പാർട്ടിക്ക് തെറ്റുണ്ടല്ലോ. പാർട്ടി എന്തുകൊണ്ട് അദ്ദേഹത്തിന് തിരുത്താൻ നോക്കിയില്ല? അപ്പോൾ എല്ലാം കൂടെ അദ്ദേഹത്തിൻ്റെ മേല് വയ്ക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തിനെ തിരുത്തണ്ട. അതിലെ കേഡർ സിസ്റ്റം. ഇപ്പോൾ TK ഗോവിന്ദനാണെങ്കിലും കുഞ്ഞികൃഷ്ണനാണെങ്കിലും പറഞ്ഞ കാര്യങ്ങളെന്താ? അവർ ചില വ്യക്തികൾക്കെതിരെ പാർട്ടി ഫോറങ്ങളിൽ വ്യക്തമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചു. അതിനെ പാർട്ടി തള്ളി. അപ്പോൾ അദ്ദേഹം പരസ്യമായിട്ട് വന്നു. പരസ്യമായിട്ട് വന്നപ്പോൾ മധുസൂദനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കി. പയ്യന്നൂർ ഞങ്ങളോട് ചോദിക്കാൻ ആരാ എന്നുള്ള ധാർഷ്യം ഉണ്ടായി. പക്ഷെ ഒരു കാര്യം CPM മനസ്സിലാക്കേണ്ടിയിരുന്നത്, കുഞ്ഞികൃഷ്ണൻ പുറത്താക്കിയ കാര്യം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ച ബ്രാഞ്ച് കമ്മിറ്റി യോഗം ടോട്ടലായിട്ട് ബോയ്ക്കോട്ട് ചെയ്തു ബ്രാഞ്ച് അംഗങ്ങൾ. അവരന്ന് മനസ്സിലാക്കേണ്ടത് പാർട്ടി ഗ്രാമമുള്ളൊരു നിയോജക മണ്ഡലത്തിൽ ഇങ്ങനെ സംഭവവികാസങ്ങൾ ഉണ്ടെങ്കിൽ സംതിങ് റോങ് എന്ന് പാർട്ടി മനസ്സിലാക്കിയില്ല. തളിപ്പറമ്പ് പിന്നെ അതിലേറെ ഒരു അട്ടിമറി ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ ഇവരുടെ നേതൃത്വത്തിൻ്റെ ധാർഷ്ട്യമാണ്. ഞാനൊറ്റ കാര്യമേ പറയുന്നുള്ളൂ, ഒരു ജനാധിപത്യ പാർട്ടി തകരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മളിപ്പോൾ കോൺഗ്രസ്സിന് തകർച്ച പറ്റിയാലും CPMന് തകർച്ച പറ്റിയാലും ബദലായിട്ട് വരുന്നതാരാ? ഇപ്പോൾ ബംഗാൾ കണ്ടില്ലേ, BJPയുടെ കയ്യിലേക്ക് പോയില്ലേ? അതിൽ മമതയ്ക്കും തെറ്റുണ്ട്. കാരണം ഗുണ്ടായിസം നടത്തി, കോൺഗ്രസിൻ്റെ ഏജന്റിനെ അവരെ കുത്തി കൊന്നു. പക്ഷേ ഞാൻ പറയുന്നത് ഫൈനൽ റിസൾട്ട് എന്താ? BJPയുടെ കയ്യിലെത്തി. ഇപ്പോൾ 28 സംസ്ഥാനങ്ങളിൽ 20ഉം BJP ആയി. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ ഒരു ഗൗരവം മനസ്സിലാക്കണം. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ CPM അവരെ തെറ്റ് തിരുത്തണം. അല്ലെങ്കിൽ ആ പാർട്ടി ഇല്ലാതായി പോയാൽ അതിൽ പല ആളുകളും പോകുന്നത് BJPയിലേക്കാണ്. ഇപ്പം കേരളത്തിൽ തന്നെ ഞാൻ പറയട്ടെ, ഇത്രയും 102 സീറ്റ് കിട്ടി നമ്മളൊക്കെ ആഹ്ലാദിക്കുന്നു. CPM വളരെ ഡൗണായി. പക്ഷേ 3 സീറ്റ് ജയിച്ചു. അതെങ്ങനെ ജയിച്ചു? പാർലമെന്റിൽ ജയിച്ചാൽ നമുക്ക് പറയാം മോഡിക്ക് കൊടുത്ത വോട്ടാണ്. തൃശ്ശൂർ കൊടുത്ത സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവണം, മോഡി വരുമ്പോൾ കേന്ദ്രമന്ത്രിയാവണം. ഇതെല്ലാവർക്കും അറിയാലോ. രാജീവ് ചന്ദ്രശേഖരന് തന്നെ ഉള്ളിൽ അറിയാലോ UDF LDF ആണ് വരിക. അങ്ങനെ ഒരു സ്റ്റേറ്റിൽ 3 സീറ്റ് ജയിച്ചു എന്ന് പറഞ്ഞാൽ നിസ്സാരാണോ? അതെങ്ങനെ സാധിച്ചു? അതാണ് ഞാൻ പരിശോധിക്കുന്നത്. അതൊക്കെ പ്രാദേശികമായി ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ. അതിൽ CPMന് ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ UDFന് ഞങ്ങൾ 3 സീറ്റ്, രണ്ടാം സ്ഥാനത്ത് ഈ 3 മണ്ഡലങ്ങളിലും CPM വന്നിരിക്കുന്നു. അല്ല, ഞാൻ പറയുന്നത് പാലക്കാട്, കാസർഗോഡ്, മഞ്ചേശ്വരം 3ഇടങ്ങളിൽ കോൺഗ്രസ് UDFും BJP ആയിട്ടാണ് മത്സരം. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ആ ട്രെൻഡ് UDF നിലനിർത്തുകയാണ്. ഈ 3 സീറ്റിലും കടന്നു കയറാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ അവിടെ ഞാൻ നിയമത്തെ അവസ്ഥ എന്താ?
നേമത്ത് ഇപ്പം അന്ന് മൈനോറിറ്റി എനിക്ക് വോട്ട് ചെയ്തിരുന്നെങ്കിൽ ഞാനന്ന് MLA ആവും. സീറ്റ് കഴിഞ്ഞ് പോയില്ലായിരുന്നു. മൈനോറിറ്റിക്ക് സംശയം ശിവൻകുട്ടീനെ ജയിപ്പിച്ചു. പക്ഷെ അദ്ദേഹം നിലനിർത്താൻ കഴിഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ തെറ്റാണ്. ഇപ്പോൾ അതുപോലെ കഴക്കൂട്ടം BJPയുടെ കയ്യിൽ പോയില്ലേ. CPMന് 10-15 കൊല്ലം MLA ആയിരുന്നില്ലേ കടകംപള്ളി സുരേന്ദ്രൻ, കണ്ടില്ലേ തകർച്ച. 10 വർഷത്തെ MLA ആയിരുന്നു. നേരെ മറിച്ച് UDF BJPയെ തോൽപ്പിച്ച നിയോജക മണ്ഡലങ്ങളിൽ ഇപ്പോഴും UDF ആ ട്രെൻഡ് നിലനിർത്തുന്നുണ്ട്. അല്ല, പക്ഷേ BJP വരാതിരിക്കാൻ വേണ്ടി CPM കാണിക്കുന്ന അവസാനപ്പെട്ട പണിയുണ്ടല്ലോ, UDFന് വോട്ട് ചെയ്യുക എന്നുള്ള. ഇപ്പം മഞ്ചേശ്വരത്തെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ അറിയാം CPMന്റെ വോട്ട് കുറച്ച് ലീഗ് സ്ഥാനാർത്ഥിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അത്തരം ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്തുകൊണ്ട് കോൺഗ്രസോ UDFോ ഇത്തരം BJP ജയിച്ച മണ്ഡലങ്ങളിൽ പക്ഷെ ഞാൻ പറയാം, ഇപ്പോൾ വട്ടിയൂർക്കാവിൽ തന്നെ ചില വാർഡുകളിലെ ചില ബൂത്തുകളിൽ BJP വോട്ട് CPMന് കിട്ടിയിട്ടുണ്ട്. മറ്റ് പല CPMന് പഴയതുപോലത്തെ ഒരു അന്ധമായ BJP വിരോധം ഇപ്പോഴില്ല. അവർക്ക് മറ്റൊന്നും കൊണ്ടല്ല, അവരുടെ നയത്തിൽ മാറ്റം വന്നുകൊണ്ടല്ല, അവർക്ക് സ്റ്റേറ്റ് നിലനിർത്തണം കേരളം, അതിന് വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട്. BJP അത് തന്നെ ഒരു അവസരമായിട്ട് കൊണ്ടു. അതുകൊണ്ട് അതിലൊക്കെ CPM ആണ് അവരുടെ നയം തിരുത്തേണ്ടത്. ആ കാര്യത്തിൽ വേണമെങ്കിൽ കോൺഗ്രസ് ഒരു ജാഗ്രത നല്ല രീതിയിൽ ആ ഇലക്ഷൻ മാനേജ്മെന്റ് ഡേയിൽ, പോളിംഗ് ഡേയിൽ ഒരു ജാഗ്രത കാണിച്ചിരുന്നെങ്കിൽ 3 സീറ്റിൽ ഇല്ല, അതിൽ നടക്കില്ല. കാരണം UDFന് മത്സരിക്കാതിരിക്കാൻ പറ്റൂ. അപ്പോൾ മൈനോറിറ്റി UDFനെ വിശ്വസിക്കണം. കാരണം ഇന്ത്യയിൽ എല്ലായിടത്തും BJPയെ നേരിടുന്ന പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ്. അത് നേമത്ത് മുരളീധരൻ അന്ന് തോറ്റതാണ്, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ തീർച്ചയായിട്ടും അതൊരു പ്രധാന കാരണമാണ്. ഞാനാണെങ്കിൽ ആ സീറ്റ് നിലനിർത്തുകയായിരുന്നു. ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എതിരായ വോട്ടുകൾ പോലും ഞാൻ അനുകൂലാക്കുമായിരുന്നു. പക്ഷേ ഇവിടെ എന്ത് പറ്റി? ശിവൻകുട്ടി ജയിച്ചപ്പോൾ അദ്ദേഹം മന്ത്രിയായപ്പോൾ എന്ത് പറ്റും? ഒരിക്കലും ഈ മന്ത്രിയാകുമ്പോൾ ഒരു ഭയം എനിക്കുള്ളത് മണ്ഡലത്തിൻ്റെ കാര്യം നമ്മളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് നമ്മൾ മന്ത്രിയായത്? MLA ആയതുകൊണ്ട്. MLA ആക്കിയാല കോൺസ്റ്റിറ്റ്യൻസി. ശിവൻകുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അല്പം അദ്ദേഹത്തിനെ ബാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് പഴയതുപോലെ ഓടി നടക്കാനൊന്നും കഴിഞ്ഞില്ല. പക്ഷേ പാർട്ടി അത് മാനേജ് ചെയ്തില്ല. ഏതായാലും ആ സീറ്റ് കയ്യിൽ നിന്ന് വീണ്ടും പോയി. അതിൻ്റെ പുറമെ കഴക്കൂട്ടം പോയി, ചാത്തന്നൂർ പോയി. ഈ ടീം UDF ആണ് വേണ്ടതെന്ന് അങ്ങ് പറയുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ ഒരു നിർണായക പങ്കുണ്ടല്ലോ വിജയിക്കുന്നതിൽ. മാത്രമല്ല ന്യൂനപക്ഷ വോട്ട് കൺസോൾട്ടേറ്റ് ചെയ്ത് UDFലേക്ക് വന്നു എന്നുള്ളത് നമുക്ക് വോട്ടിംഗ് പാറ്റേൺ കണ്ടാൽ അല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. അവർ 27 സീറ്റിൽ മത്സരിച്ച് ഒരു പുതിയ പരീക്ഷണം അവർ നടത്തി. അവരെക്കുറിച്ച് ഉണ്ടായിരുന്ന ആക്ഷേപം സ്ത്രീകളെ ഗവനിക്കുന്നില്ല എന്നായിരുന്നു. അതും നടന്നു. ഒരാൾ ജയിച്ചു വന്നു. അത് തോൽപ്പിച്ചത് ഞാൻ പറയാം 77 ശേഷം ആദ്യമായിട്ടാണ് കോൺഗ്രസ് ലീഗ് പിന്തുണച്ച സ്ഥാനാർത്ഥി ജയിക്കുന്നത്. അതുപോലെ മറ്റൊരു ചരിത്രം കൂടി ഉണ്ട്. ആരും പരിശോധിക്കാത്തൊരു ചരിത്രമാണ് നാദാപുരത്തിൻ്റെ. നാദാപുരത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് വരെ ജയിച്ചില്ല. 960 ഹമീദ് അലി ഷംനാട് ലീഗ് സ്ഥാനാർത്ഥി കോൺഗ്രസ് പിന്തുണയോടെ ജയിച്ചു. കാന്തലോട്ട് കുഞ്ഞമ്പ് കോൺഗ്രസ് പിന്തുണയോടെ ജയിച്ചു. പിന്നെ കുമാരൻ മാസ്റ്റർ കോൺഗ്രസ് പിന്തുണയോടെ ജയിച്ചു. ബാക്കി എല്ലാം കമ്മ്യൂണിസ്റ്റുകാരായി. അതായത് കോൺഗ്രസിന് മുഖം വെച്ച കാള ജയിക്കാൻ പറ്റിയിട്ടില്ല, പശുവും കിടാവും ജയിക്കാൻ പറ്റിയില്ല, കൈപ്പത്തിയും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തവണ കൈപ്പത്തി ജയിച്ചു. അതിന്റെ കാരണം മുസ്ലിം ലീഗിന്റെ ശക്തമായിട്ടുള്ള പ്രവർത്തനവും സാന്നിധ്യം. ഈ ലീഗിനൊരു പ്രത്യേക പരിഗണന നൽകേണ്ടതല്ലേ ഈ പ്രാവശ്യം ക്യാബിനറ്റ് ഫോർമേഷനിൽ? ഈ 5 സീറ്റ് എന്ന് കേൾക്കുന്നുണ്ട്, ശരിക്കും 6 അർഹതയില്ല. അവർ അർഹതയുടെ അല്ല, നമുക്കിപ്പോൾ ഒരു 21 പറ്റുള്ളൂ. 63 സീറ്റ് കോൺഗ്രസിനുണ്ട്. അപ്പോൾ അതിലും ആരും, കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ കമ്മ്യൂണൽ ബാലൻസ് നിലനിർത്തണം. ഇപ്പം നായർ, ഈഴവ, ദളിത് എല്ലാം എടുക്കേണ്ട കോൺഗ്രസ് എന്നല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതേ സമയത്ത് മുസ്ലിം ലീഗ് ഉണ്ടെന്ന് വിചാരിച്ച് കോൺഗ്രസ്സിലെ ജയിച്ചു എന്ന ഒരു മുസ്ലിമിനെ പരിഗണിക്കാതെ പറ്റുമോ? കേരള കോൺഗ്രസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ക്രിസ്ത്യാനിയും പരിഗണിക്കാതിരിക്കാൻ പറ്റുമോ കോൺഗ്രസ്സിന്? അപ്പം ഞങ്ങൾക്ക് ഈ 10-12 തരികയാണെങ്കിൽ അതൊക്കെ മറ്റ് കമ്മ്യൂണിറ്റീനെ, അത് കോൺഗ്രസ്സിനെ ചെയ്യാൻ പറ്റൂ. ഞാൻ പറയും ഇപ്പോൾ കേരള കോൺഗ്രസ്സിനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യും. അങ്ങനെ ആ കാര്യത്തിൽ ലീഗും തുറന്ന സമീപനം. ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ള ആവശ്യം നിലവിലില്ലല്ലോ. അത് ഇതുവരെയായിട്ട് പരിഗണനയ്ക്ക് വന്നിട്ടില്ല. അത് 2 സാഹചര്യത്തിലാണ് കേരളത്തിൽ ഉപമുഖ്യമന്ത്രി ഉണ്ടായത്. ഒന്ന് 60-ൽ
PSPയുടെ ഇരട്ടി സീറ്റ് കോൺഗ്രസിനുണ്ടായിരുന്നു. പക്ഷേ പട്ടംതാണമുള്ള എന്നുള്ള ഒരു വലിയ മനുഷ്യൻ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായതുകൊണ്ടാണ്. കാരണം അന്ന് ഇന്ത്യയിൽ എല്ലായിടത്തും PSP കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കൂടെ ആൻറ്റി കോൺഗ്രസ്സാണ്. കേരളത്തിൽ മാത്രം PSP കോൺഗ്രസിൻ്റെ കൂടെ വരാൻ കാരണം പട്ടംതാണുള്ള സാറാണ്. അദ്ദേഹത്തിന് എല്ലാത്തിലും ഒന്നാമനാണ് നിർബന്ധമായിരുന്നു. ഒരു ഡെലിഗേഷൻ പോയാൽ എൻ്റെ ചെയർമാനാവണം, അങ്ങനെ ചില ഒരു ആഢ്യത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസ് അനുവദിച്ചു കൊടുത്തു. കാരണം PSP പ്രധാന വോട്ടാണെന്ന്. അന്ന് കേരളത്തിലെ 3 ഇടങ്ങളിലും തിരുവിതാംകൂർ, കൊച്ചി, മലബാർ 3 നേതാക്കന്മാരുണ്ടായിരുന്നു PSPക്ക്. സ്ഥാനമുള്ള സ്ഥാനം കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തു. അതേ സിറ്റുവേഷൻ 71 വന്നെങ്കിലും 2ാം സ്ഥാനം എന്ന് പറഞ്ഞു. പക്ഷേ ഉപമുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ല. പിന്നെ 82 K കരുണാകരൻ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം പറഞ്ഞു CH മുഹമ്മദ് 84 ദിവസം മുഖ്യമന്ത്രിയായിരുന്നു കേരളത്തിൽ. ആ ഒരു മുൻ മുഖ്യമന്ത്രിനെ വെറും മന്ത്രിയാക്കരുത്. അങ്ങനെ K കരുണാകരനാണ് കൊണ്ടുവന്നത്. CH മരിച്ചപ്പോൾ പിന്നെ നഹാസാഹിബ് വന്നപ്പോൾ നഹാസാഹിബ് സീനിയർ ആയിട്ടുള്ള ആളാണ്. എന്നാൽ ഇതെങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പോയതാണ്. അതല്ലാതെ മറ്റൊരു സന്ദർഭത്തിലും കേരളത്തിൽ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. അതിന് ഉണ്ടാവില്ല എന്നാന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അത് സാഹചര്യങ്ങളനുസരിച്ച് വരും. ഇപ്പം ഏതായാലും അത് പരിഗണനയില്ല. ഓക്കെ. ഇനി നമ്മൾ വരുന്ന സമയത്ത് ഇപ്പൊ ഘടകകക്ഷികൾക്കെല്ലാം ഫില്ല് ചെയ്ത് പോകണം. ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഉള്ളതിനേക്കാൾ പ്രശ്നങ്ങൾ വരും. അങ്ങയുടെ നിർദ്ദേശം എന്താണ് ഇതിൽ? അല്ല, ഘടകകക്ഷികൾക്കും പ്രാതിനിധ്യം ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. അതിന് സംഖ്യയുടെ നമ്പറിൽ വ്യത്യാസങ്ങൾ വരും. ഘടകകക്ഷികൾക്കും പ്രാതിനിധ്യം ഉണ്ട്. എന്നാൽ ടീം UDF ആവും. ഈ ഗവൺമെന്റ് ഫോർമേഷനിൽ കാരണം K മുരളീധരൻ പലപ്പോഴും ട്രിബിൾ ഷൂട്ടറായിട്ടുള്ള അഭിപ്രായം പറയാറുള്ള ആളാണ്. നമ്മൾ സാധാരണ രീതിയിൽ പറയാറുണ്ട്, ദേശീയ തലത്തിൽ പണ്ട് പ്രണബ് കുമാർ മുഖർജി ചെയ്യുന്നത് പോലത്തെ കമന്റുകളാണ് നിങ്ങളിൽ നിന്ന് ചിലപ്പം കേരളത്തിലെ കാര്യത്തിൽ വരാറുണ്ട്. അങ്ങയുടെ നിർദ്ദേശം എന്താണ് ഈ ടീം ഫോർമേഷനിൽ, ക്യാബിനറ്റിൽ നല്ല നന്നായി വിഷനുള്ളവർ മന്ത്രിസഭയിൽ ഉണ്ടാവണം. കാരണം സാമ്പത്തിക പ്രയാസം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് കേന്ദ്രത്തിൻ്റെ നെഗറ്റീവ് അപ്രോച്ച്. ഇനി കൂടുതൽ നെഗറ്റീവ് ആവും. കാരണം കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ്, ഇന്ദിരാഗാന്ധി നടപ്പാക്കണം. അങ്ങനെ ഇതിനൊക്കെ ഒരു വെറും രാഷ്ട്രീയം മാത്രം നോക്കി ഇനിയിപ്പോൾ നമുക്ക് പിണറായിന് കുറ്റം പറഞ്ഞുകൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും? ജനങ്ങൾ പറഞ്ഞ് ശരി, അദ്ദേഹത്തിന് കുറ്റമുള്ളതുകൊണ്ടാണല്ലോ കടുത്ത ശിക്ഷ അദ്ദേഹത്തിന് കൊടുത്തത്. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ ശിക്ഷിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ടീമായിരിക്കണം UDF ഗവൺമെൻറ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതിൽ എന്തൊക്കെ ക്രൈറ്റീരിയ? അല്ല, ഞാൻ പറയുന്നത് എല്ലാം വേണം. കമ്മ്യൂണൽ ബാലൻസ് വേണം, റീജിയണൽ ബാലൻസ് വേണം, കഴിവ് വേണം. ഇതെല്ലാം ഉള്ള ആൾക്കാരുണ്ടല്ലോ 63-ൽ ധാരാളം ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത ആരുമില്ല. ഞാൻ അങ്ങയുടെ കുടുംബകാര്യത്തിലേക്ക് ചോദിക്കുകയാണ്. കോൺഗ്രസ് അവഗണിച്ചു എന്ന് പറഞ്ഞിട്ടായിരുന്നു അങ്ങയുടെ സഹോദരി BJPയിലേക്ക് പോയത്. ആ ദയനീയമായി തോറ്റു. ഞാൻ പറഞ്ഞു, അതാ ഇന്ന് അവർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിച്ചാൽ ജയിക്കുമായിരുന്നു. ഒരിക്കലും K കരുണാകരൻ്റെ തട്ടകത്തിൽ ഒരു അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് വിരുദ്ധമായൊരു സമീപനമായിട്ട് നിന്നാൽ അത് ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. K കരുണാകരൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഇത്തവണ കോൺഗ്രസിന് തന്നെ വോട്ട് ചെയ്തു. പത്മജി കൊടുത്തിട്ടില്ല. ഒരു ചലനമുണ്ട്. കാരണം 28,000 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. അപ്പം അതിൻ്റെ അർത്ഥം BJPക്ക് കഴിഞ്ഞ തവണ 40,000 വോട്ട് കിട്ടിയ നിയോജകമണ്ഡലമാണ് തൃശ്ശൂർ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് 28,000 എന്ന് പറഞ്ഞാൽ BJPയുടെ വോട്ടുകളും ചോർന്നു. കോൺഗ്രസിന് 26,000 വോട്ടിന് ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അല്ല, പത്മജ അപ്പോൾ പാഠം പഠിക്കാനുണ്ട്. അല്ല, ഞാനത് പറയുന്നില്ല. അതിനത് സ്വന്തമായിട്ട് തീരുമാനം എടുത്തു. പക്ഷേ അതിലവർ പരാജയപ്പെട്ടു. നേരെ മറിച്ച് കോൺഗ്രസ്സിലാണെങ്കിൽ ജയിക്കുമായിരുന്നു. അല്ല, ഇപ്പോഴും ഈ വൈകിയ വേളയിൽ സഹോദരിക്ക് അനിയത്തിക്ക് നൽകാനുള്ള ഒരു ഉപദേശം? അല്ല, അങ്ങനെയൊന്നുമില്ല. സ്വന്തം ഇഷ്ടമാണ്. അതിലൊന്നും നമ്മുടെ ഉപദേശത്തിൻ്റെ ആവശ്യമില്ല. സ്വന്തം ഇഷ്ടമാണ് അത്. അനുഭവിച്ചോട്ടെ. അല്ല, അങ്ങനെയല്ല. സ്വന്തം ഇഷ്ടപ്രകാരമാണ് തീരുമാനം എടുത്തോട്ടെ. അതിൽ നമ്മൾ ഇടപെടുന്നത് ശരിയല്ല. തിരിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനൊന്നും ശ്രമിക്കുന്നില്ല? ഇല്ല, ഞാൻ ശ്രമിക്കുന്നില്ല. അവർ തീരുമാനിക്കേണ്ട കാര്യം അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അത് മറ്റാരും അതിനുവേണ്ടി ശ്രമിക്കേണ്ട ആവശ്യമില്ല. ഞാനിത് ചോദിക്കാൻ കാരണം കോൺഗ്രസിലെ അവഗണന എന്ന് പറഞ്ഞിട്ടാണ് അന്ന് പോയത്. അന്ന് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഏട്ടൻ എന്തിനവിടെ അവഗണന സഹിച്ച് നിൽക്കുന്നു എന്ന്. അല്ല, ഞാൻ അവഗണന സഹിച്ച് നിന്നാലും അതിൻ്റെ മെച്ചം കിട്ടിയില്ലേ? കാരണം പാർട്ടിയിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് അതിൻ്റെ മെച്ചം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത് പാർട്ടിയുടെ ഭാഗത്തു നിന്നൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാം ശരി ചെയ്തെന്നും പറയുന്നില്ല. പക്ഷേ 4 തവണ ലോകസഭയിലേക്കും ഇപ്പം 3ാമത്തെ തവണ നിയമസഭയിലേക്കൊക്കെ ജയിക്കാൻ കഴിഞ്ഞ ആരാ? എന്തുകൊണ്ടാണ്? പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്നു, കോൺഗ്രസ് സ്ഥാനാർത്ഥി. അവിടെ നമ്മുടെ അധ്വാനം ഉണ്ടത് കാര്യം പറയാം. എങ്കിലും ലെവൽ വേണ്ടേ നമുക്ക്? അത് കോൺഗ്രസ് ആയിരുന്നു.
കേരളത്തിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി വരുമെന്നുള്ള വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. CPM ആ രീതിയിലേക്ക് ഒരു തീരുമാനം എടുത്തു. അതിന്റെ അർത്ഥം ഭരണപക്ഷത്തിന് കുറച്ചുകൂടി പണി കൂടുന്നുവെന്നാണ്. അല്ല, ഒരു ശക്തമായ പ്രതിപക്ഷം ഉണ്ടാവേണ്ടത് ഭരണകക്ഷിക്ക് ആവശ്യമാണ്. കാരണം തെറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ, അടി പറയാതിരിക്കണമെങ്കിൽ ശക്തമായി പ്രതിപക്ഷം ഉണ്ടാവണം. അങ്ങനെ പ്രതിപക്ഷം ഉണ്ടാവട്ടെ, ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ്. പിണറായി പ്രതിപക്ഷ നേതാവായി വരുന്നതിനെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നത്, അതിനെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പ്രതിപക്ഷം ഒരു ശക്തമാണെങ്കിൽ ഭരണകക്ഷി കൂടുതൽ ഉത്തരവാദിത്വം ഭരണകക്ഷിയുടെ ഭാഗത്തുണ്ടാവും. മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായി നിൽക്കുന്നത് നല്ലതാണ് ശരിക്കും. കെ കരുണാനായിട്ടില്ലേ? കെ കരുണാകരൻ മുഖ്യമന്ത്രിയായി, പ്രതിപക്ഷ നേതാവായി, വീണ്ടും മുഖ്യമന്ത്രിയായി, വീണ്ടും പ്രതിപക്ഷ നേതാവായി. ഇത് തന്നെയാണ് AK ആന്റണിയുടെ കാലത്തും ഉമ്മൻചാണ്ടിയുടെ കാലത്തും. അതിന് തെറ്റ് പറയാനൊന്നുമില്ല. അത് പാർട്ടിയുടെ ഇഷ്ടമാണ്. മാത്രമല്ല, ശക്തമായിട്ട് പ്രതിപക്ഷ നേതാവ് ഉണ്ടാവേണ്ടത് ഭരണകക്ഷിക്ക് ആവശ്യമാണ്. അവസാനമായി ഇനി അങ്ങയ്ക്ക് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത് കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ല, നിങ്ങൾ അർപ്പിച്ച വിശ്വാസം ഞങ്ങൾ വളരെ കാര്യമായി തന്നെ ആ വിശ്വാസം അനുസരിച്ച് ഞങ്ങൾ നീങ്ങും. ഞങ്ങൾ ടീം UDF ആയിട്ട് നീങ്ങും. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും. അപ്പം അങ്ങ് മന്ത്രിയായതിനു ശേഷം ഇനി നമുക്ക് വീണ്ടും കാണാം. എല്ലാ ആശംസകളും. ശരി, താങ്ക് യു.